എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 17ഉം 18ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇതിൽ 17ാമത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്രവജ്രവൃത്തവും 18ാമത്തേതിൽ ഉപജാതി വൃത്തവുമാണ് വരുന്നത്. നന്ദഗോപര് ശ്രീകൃഷ്ണനോട് യാത്ര പറഞ്ഞിട്ട് തിരിച്ച് വ്രജത്തിലേക്ക് പോണതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 17ാമത്തെ ശ്ലോകം നോക്കാം. സ ഇത്യുദീര്യ സ്വയമേവ നന്ദോ രഥേന പാദാതയുതഃ പ്രതസ്ഥേ ജനേന കൃഷ്ണപ്രഹിതാനി മാത്രേ വിഭൂഷണാന്യുദ്വഹതാ പരീത. ആദ്യം പദച്ഛേദം പറയാം, ധാരാളമൊന്നുമില്ല എങ്കിലും. സ ഇതി ഉദീര്യ സ്വയം ഏവ നന്ദ രഥേന പാദാതയുത പ്രതസ്ഥേ ജനേന കൃഷ്ണപ്രഹിതാനി മാത്രേ വിഭൂഷണാനി ഉദ്വഹത പരീത. അതായത് ഞാൻ 2-3 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നന്ദഗോപര് യാത്രയാവണത്. അങ്ങനെ യാത്രയായപ്പോൾ എന്താ കയ്യിൽ കരുതിയിരുന്നത്, എന്താണ് ഇവിടെ നിന്ന് അമ്മയ്ക്കായിട്ട് കൊണ്ടുപോകണത് എന്ന് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. സ നന്ദ ഇതി ഉദീര്യ. ആ നന്ദഗോപര് ഇപ്രകാരം പറഞ്ഞിട്ട്, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് അതാണല്ലോ, നീ ഒരു രാജ്യമാണ് നേടിയിരിക്കുന്നത്, അത് വേണ്ടതുപോലെയൊക്കെ കൊണ്ട് നടക്കണം, എല്ലാവരെയും അങ്ങോട്ട് ഉറച്ചു വിശ്വസിക്കുന്നരുത്, നിഴലിനെ പോലും സംശയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉപദേശങ്ങൾ കൊടുത്തല്ലോ. അതിനുശേഷം ഇതി ഉദീര്യ ഇപ്രകാരമൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം പാദാതയുത എന്നൊരു വാക്ക് വരുന്നുണ്ട്. ഒരു പുതിയ വാക്കാണ് പാദാതി അല്ലെങ്കിൽ പാദാത എന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് നടക്കുന്നവർ. അപ്പോൾ കാലുകൊണ്ടല്ലേ എല്ലാവരും നടക്കണത് എന്ന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ ഭടന്മാരെന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയണത്. 4 തരത്തിലുള്ള സൈന്യങ്ങളുണ്ടല്ലോ, അതിൽ ഭടന്മാർ നടക്കുന്നവരുണ്ടാവും, അങ്ങനെ യുദ്ധം ചെയ്യുന്നവരുണ്ടാവും, കുതിരപ്പുറത്തുള്ളവരുണ്ടാവും, രഥത്തിലുള്ളവരുണ്ടാവും, ആനപ്പുറത്തുള്ളവരുണ്ടാവും. അങ്ങനെയാണ് യുദ്ധത്തിന് പോവുക. അവിടെ പദാതികൾ എന്ന് പറയുമ്പോൾ പാദമാത്രം കൊണ്ട് കാലുകൊണ്ട് നടന്ന് യുദ്ധം ചെയ്യുന്നവരെയാണ് പദാതികൾ എന്ന് പറയുക. ഇവിടെ സൈന്യവും യുദ്ധമൊന്നും പരാമർശിക്കേണ്ട കാര്യമില്ല. ഇവിടെ നന്ദഗോപരുടെ കൂടെ കാൽനടയായിട്ട് വന്ന നന്ദഗോപരുടെ സൈന്യത്തെ പോലെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നന്ദഗോപരുടെ കൂട്ടത്തിൽ വന്ന ഗോപന്മാർ, അമ്പാടിയിൽ നിന്ന് വന്നിട്ടുള്ളവരായിട്ടുള്ള ആൾക്കാർ. അവർക്ക് രഥവും അല്ലെങ്കിൽ കുതിരയും ഒന്നുമില്ല, അവർ നടന്നൊക്കെയാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കാളവണ്ടിയിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നന്ദഗോപർ അവിടുത്തെ ഒരു ചെറിയ സാമന്ത രാജാവായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാവാം ഈ ഒരു രീതിയിൽ വർണ്ണിച്ചത്. ശ്രീകൃഷ്ണൻ വലിയൊരു രാജ്യം നേടിയെടുത്തപ്പോൾ നന്ദഗോപരും മോശമൊന്നായിരുന്നില്ല, ചെറിയൊരു രാജ്യത്തിൻ്റെ അധിപതിയായിരുന്നു എന്ന് കവി സൂചിപ്പിക്കുന്നതാവാം. അതാണ് ഇപ്രകാരമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പാദാതയുത, തൻ്റെ സൈന്യങ്ങളോട് അല്ലെങ്കിൽ ഭടന്മാരോട്, തൻ്റെ കൂടെ അവിടെ നിൽക്കുന്നവരായിട്ടുള്ള എല്ലാ ഗോപന്മാരും, ആ ഗോപന്മാരൊക്കെ ഇവിടെ ശ്രീകൃഷ്ണനോട് അക്രൂരർ പറഞ്ഞിട്ട് വന്നവരാണ്, അതുപോലെ രാജാവിനെ കാണാനായിട്ട് വന്നവരാണ്. അവരോടൊക്കെ കൂടിച്ചേർന്നുകൊണ്ട് പാദാത യുത, പാദാതി അല്ലെങ്കിൽ പാദാത എന്നുള്ളതാണ് വാക്ക്, അവരോട് കൂടി ചേർന്നുകൊണ്ട് മാത്രേ അമ്മയ്ക്കായിക്കൊണ്ട്, മാതൃശബ്ദത്തിൻ്റെ ചതുർത്ഥി ഏകവചനാണ്. അമ്മയ്ക്ക് എന്താണ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കരുതിയത്? കൃഷ്ണപ്രഹിതാനി വിഭൂഷണാനി. അതെന്തിനാ അങ്ങനെ കൊടുത്തയച്ചത് എന്നുള്ളതിൻ്റെ ഒരു ന്യായീകരണമൊന്നും കാണാനില്ല. അതുവരെ ധരിച്ചിരുന്ന വിഭൂഷകൾ, അതായത് അമ്പാടിയിലെ ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക്, വ്രജത്തിലെ ഒരു ബാലകൻ എന്നുള്ള നിലയ്ക്ക് അവിടെ വെച്ച് ധരിച്ചിരുന്നതായ വേഷഭൂഷാദികളാവണം. ഇവിടെ വന്നപ്പോൾ രാജാവായല്ലോ, പക്ഷേ എന്തിനകത്ത് തിരിച്ചു കൊടുത്തയക്കണത്? അമ്മയോടുള്ള കരുതലോ, അമ്മയ്ക്ക് വേണ്ടി താൻ കൊടുത്തയക്കണത് അമ്മ എന്നും ഓർത്തിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് കൊടുത്തയക്കണതാണോ എന്ന് അറിയില്ല. അങ്ങനെ കൊടുത്തയക്കുമ്പോൾ ശരിക്കും അമ്മമാർക്ക് സന്തോഷമാണോ വരിക, സങ്കടമാണോ വരിക എന്നുള്ളതും ചോദ്യമാണ്. തന്നെ ഒട്ടും വേണ്ടാതെയായി, ഇവിടെ നിന്ന് എല്ലാം പറിച്ചു മാറ്റിയിട്ടാണ് കൃഷ്ണൻ പോയതെന്നുള്ള തോന്നലൊക്കെ അല്ലേ ഉണ്ടാവുക. പക്ഷേ കവി ഇങ്ങനെയാണ് പറയണത്, അമ്മയ്ക്കായിക്കൊണ്ട് കൃഷ്ണപ്രഹിതാനി, കൃഷ്ണേന പ്രഹിതാനി, കൃഷ്ണൻ കൊടുത്തു വിട്ടതായ വിഭൂഷണാനി, ആഭരണങ്ങളെന്ന് പറയണത് കഴുത്തിലും കാതിലും കയ്യിലും കാലിലും അരയിലുമൊക്കെ അണിഞ്ഞിരുന്നതായിട്ടുള്ള വിവിധ തരത്തിലുള്ള വിഭൂഷകൾ, ആഭരണങ്ങൾ, ഉദ്വഹതാ ജനേന, അത് വഹിക്കുന്ന
ജനങ്ങളോട് കൂടിയിട്ട് പരീത ചുറ്റപ്പെട്ടുകൊണ്ട്. അപ്പോൾ നന്ദഗോപരുടെ കൂടെ അവിടെ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരും വ്രജത്തിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ കൂടിയിട്ട് തിരിച്ചു പോകാൻ പുറപ്പെടണു. അവരുടെ കയ്യിൽ തന്നെ ആവണം. ഏത് ജനമാണ് ശ്രീകൃഷ്ണൻ്റെ ആഭരണങ്ങൾ വഹിക്കണതെന്ന് കവി വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ വ്രജവാസികളായിട്ടുള്ള മധുരയിലേക്ക് വന്നവരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിൽ തന്നെ ആവുമായിരിക്കും ഇത് കൊടുത്തയച്ചത്. അവരാൽ ചുറ്റപ്പെട്ടുകൊണ്ട്, അവർ കുറച്ച് പ്രമുഖരാവണം, അതുകൊണ്ടായിരിക്കാം ഈ ആഭരണങ്ങളൊക്കെ അവരുടെ കയ്യിൽ കൊടുത്തയച്ചത്. അവരോട് കൂടി ചേർന്നുകൊണ്ട് പരീത രഥേന സ്വയം ഏവ പ്രതസ്ഥേ, രഥത്തിൽ കയറിയിട്ട് തന്നെ അങ്ങോട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ രഥമെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണെന്നുള്ളത് പറയണില്ല. കാളവണ്ടിയാണോ രഥമാണോ എന്നൊന്നും പറയണില്ല. ശ്രീകൃഷ്ണനും ബലരാമനും അക്രൂരൻ്റെ കൂടെ പോന്നപ്പോൾ ഇവരൊക്കെ കൂടി പോകുന്നു എന്നേ പറയണുള്ളൂ. നമ്മൾ ഇവരുടെ ഒരു സ്വഭാവം, ഗോപന്മാരുടെ ഒരു സ്വഭാവം വെച്ചിട്ട് കാളവണ്ടികളാവാനാണ് സാധ്യത എന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ കവി എടുത്തു പറയുന്നുണ്ട് രഥത്തിൽ കയറിയിട്ടാണ് പോണതെന്ന്. അപ്പോൾ നന്ദഗോപരുടെ ഒരു രാജപ്രഭാവം, ഒരു രാജസ്വഭാവമൊക്കെ ആവണം വർണ്ണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തൻ്റെ ഒരു രഥത്തിൽ കയറിയിട്ട് സ്വയമേവ പ്രതസ്ഥേ, ആ പ്രഭുത്വമാണ് സൂചിപ്പിക്കുന്നതെന്ന് വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ തിരിച്ച് തന്നെ, ഒറ്റയ്ക്ക് വേറെ ആരുമില്ല, തന്നെത്താൻ തന്നെ മറ്റ് ഗോപന്മാരൊക്കെ ഉണ്ട്, ശ്രീകൃഷ്ണനും ബലരാമനും ഇല്ലാതെ വ്രജത്തിലേക്ക് പോകാൻ പ്രതസ്ഥേ പുറപ്പെട്ടു എന്നാണ് ഇവിടെ കവി പറയണത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി ചൊല്ലാം. കൃഷ്ണസ്തു ഗവ്യൂതിമനുപ്രയാതേ നിവാരിത സാശ്രുമുഖേന തേന നിവൃത്യ പശ്യൻ പിതരം പ്രയാന്തം മുഹുഃ പ്രപേദേ സദനം കഥഞ്ചിത്. നമുക്കാദ്യം പദച്ഛേദം പറയാം. കൃഷ്ണ തു ഗവ്യൂതിം അനുപ്രയാതേ നിവാരിത സാശ്രുമുഖേന തേന നിവൃത്യ പശ്യൻ പിതരം പ്രയാന്തം മുഹുഃ പ്രപേദേ സദനം കഥഞ്ചിത്. ഇതൊക്കെയാണ് അതിലെ വാക്കുകൾ. കൃഷ്ണൻ എന്താണ് ചെയ്തത് എന്ന് പറയാണ്. കൃഷ്ണ തു, കൃഷ്ണനാകട്ടെ എന്താ ചെയ്തത്? ഗവ്യൂതിം അനുപ്രയാത. ഗവ്യൂതി മാത്രം എന്ന് പറഞ്ഞാൽ ഒരു പശു നിലവിളിച്ചാൽ കേൾക്കണം അത്രയ്ക്ക് ദൂരം, ഏതാണ്ട് 2 നാഴിക എന്നൊക്കെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ക്രോശദ്വയം ആണ്. അതായത് ഇവിടെ നിന്നൊരു പശു നിലവിളിച്ചാൽ ഒരു 2 നാഴിക ദൂരം വരെ അതിൻ്റെ കരച്ചിൽ കേൾക്കാം. അത്രയും ദൂരം വരെ എന്ത് ചെയ്തു കൃഷ്ണൻ? അനുപ്രയാതേ, ആ കൂട്ടത്തിൻ്റെ പിന്നാലെ അങ്ങോട്ട് തന്നെ പോയി. അതായത് യാത്രയാക്കാൻ വേണ്ടിയിട്ട് പോയി എന്നർത്ഥം. ഇത്രയധികം ദൂരം യാത്രയാക്കാൻ പോയി എന്ന് പറയുമ്പോൾ അവരോടുള്ളതായ ഒരു അടുപ്പുണ്ടല്ലോ, വേർപെടാൻ വയ്യായ, അതൊക്കെയാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നതായ വിഷമം. പക്ഷേ കാര്യങ്ങൾ പലതും ചെയ്തു തീർക്കാനുണ്ട്. ഇനി അമ്പാടിയിൽ മാത്രം ഒതുങ്ങിയിരുന്നാൽ പോരാ എന്ന് തോന്നിയിട്ട് തന്നെയാണല്ലോ കൃഷ്ണൻ ഒരു കാരണമുണ്ടാക്കിയിട്ട് മധുരയിലേക്ക് വന്നത്. അങ്ങനെ ഒരു ഗവ്യൂതി ദൂരം അനുപ്രയാത കൃഷ്ണ, ഈ സംഘത്തിൻ്റെ കൂടെ അച്ഛനും അതുപോലെ മറ്റു ഗോപന്മാരും ആ സംഘത്തിൻ്റെ കൂടെ പോയിട്ട് അവസാനം എന്തുണ്ടായി? 2 നാഴിക കഴിഞ്ഞപ്പോൾ നന്ദഗോപർ പറഞ്ഞു, ഇനി വരണ്ട, തിരിച്ചു പൊക്കോളൂ. സാശ്രുമുഖേന തേന നിവാരിത, തേന നന്ദേന നിവാരിത. നന്ദൻ പറഞ്ഞു, മതി, ഇനി വരണ്ട, 2 നാഴികയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ തന്നെ അധികമാണ്, തിരിച്ച് കൊട്ടാരത്തിലേക്ക് പൊക്കോളൂ എന്ന് കണ്ണുനീര് കൊണ്ട് മറഞ്ഞ മുഖത്തോട് കൂടിയിട്ട്, നേരെ നോക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടാവില്ല നന്ദഗോപർക്ക്, പാവം. എന്നിട്ട് ശ്രീകൃഷ്ണനോട് പറഞ്ഞു, മതി, ഇനി പിന്നാലെ വരണ്ട, കൂടെ വരണ്ട, കൂടുതൽ വിഷമാവുകയുള്ളൂ വന്നാൽ, മറ്റത് മനസ്സങ്ങോട്ട് ഉറപ്പിക്കുക തന്നെ എന്ന് വിചാരിച്ചിട്ട് കൃഷ്ണനോട് പറയാണ്, തേന നിവാരിത, ആ നന്ദഗോപരാൽ നിവാരണം ചെയ്യപ്പെട്ടു, തിരിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞ് കൃഷ്ണനെ അവിടെ നിന്ന് തിരിച്ചയച്ചു. എന്നിട്ടോ ശ്രീകൃഷ്ണൻ എന്താ ചെയ്തത്? നിവൃത്യ പ്രയാന്തം പിതരം പശ്യൻ കഥഞ്ചിത് മുഹുഃ സദനം പ്രപേദേ. തിരിച്ചു പോന്നിട്ട് നിവൃത്യ സ്വന്തം കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ച് പോരണേൻ്റെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവണമല്ലോ. പ്രയാന്തം പിതരം പശ്യൻ, കൊട്ടാരത്തിൽ നിന്ന് അതായത് വ്രജത്തിലേക്ക് പോണ വഴിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട്, അച്ഛൻ പോണത് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട്, തിരിഞ്ഞു നോക്കിക്കൊണ്ട് തൻ്റെ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു. അതാണ് നിവൃത്യ പ്രയാന്തം പിതരം പശ്യൻ, കാണാവുന്നത്ര ദൂരത്തേക്ക് നോക്കി നിന്നുകൊണ്ട് കണ്ണിൽ നിന്ന് മറയണ വരെ നോക്കി. അങ്ങനെ കഥഞ്ചിത് എന്നുള്ളത് കൊണ്ട്
എങ്ങനെയൊക്കെയോ ആ മാനസികമായിട്ടുള്ള ഒരു ഉഷാറില്ലായ, എല്ലാ ബന്ധങ്ങളും അറ്റുപോയ പോലെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം അച്ഛനും മറ്റ് ഗോപന്മാരും ഒക്കെ തിരിച്ചു പോയപ്പോൾ. ഏട്ടനുണ്ട് കൂടെ, എന്നാലും തന്നെ ജനിപ്പിച്ച അച്ഛനമ്മമാരുണ്ട്, എന്നാലും കൂടെ ജീവിച്ചത് 10-12 കൊല്ലമായിട്ട് അമ്പാടിയിലാണല്ലോ. അച്ഛനെ പറഞ്ഞയച്ച് എങ്ങനെയൊക്കെയോ മനസ്സില്ലാ മനസ്സോടെ സദനം പ്രഭേദേ, തൻ്റെ മധുരാപുരിയിലുള്ളതായ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു എന്നർത്ഥം. അതായത് ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ആ ഒരു ഭാഗം തീർന്നു. ഇനി എന്താണ് വരാൻ പോണത്, ശ്രീകൃഷ്ണൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോണത്, നന്ദഗോപര് വ്രജത്തിൽ പോയിട്ട് എന്താണ് ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ അടുത്ത സർഗത്തിൽ. നന്ദഗോപരെ പറ്റിയിട്ട് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഇനി ശ്രീകൃഷ്ണൻ്റെ കഥകളാണ് വർണ്ണിക്കാൻ പോണത്. യദുക്കളുടെ കാര്യവും ഒക്കെ വർണ്ണിക്കാൻ പോണത്, അവരെ പരിരക്ഷിക്കുക, അതൊക്കെ ഇനി ശ്രീകൃഷ്ണൻ്റെ ചുമതലയായി. അതൊക്കെയാണ് അടുത്തതായിട്ട് ചെയ്യാൻ പോണത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. സ ഇത്യുദീര്യ സ്വയമേവ നന്ദോ രഥേന പാദാതയുതഃ പ്രദസ്ഥേ ജനേന കൃഷ്ണപ്രഹിതാനി മാത്രേ വിഭൂഷണാന്യുദ്വഹതാ പരീതഃ കൃഷ്ണസ്തു ഗവ്യൂതിമനുപ്രയാതേ നിവാരിതഃ സാശ്രുമുഖേന തേന നിവൃത്യ പശ്യൻ പിതരം പ്രയാന്തം മുഹുഃ പ്രഭേദേ സദനം കഥഞ്ചിത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.